ഇതാണ് ഇന്ന് വൈകിട്ടത്തെ അവസ്ഥ. രാവിലെ കണ്ടതുപോലെ നമ്മളുടെ താമരയൊക്കെ കുറേ എണ്ണം നമ്മൾ വിരിയിച്ച് കൊടുത്തത് മാത്രമാണ് അങ്ങനെ വിരിഞ്ഞ് തന്നെ നിൽക്കുകയുള്ളൂ. പക്ഷേ വിരിയിക്കാത്തതൊക്കെ ഇതാണ്ട് കൂമ്പി അടഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ഇത് കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ കയറി വന്നപ്പോൾ കണ്ടതാണ്. ഇതാ ചെറിയൊരു മുട്ട കയറി വരുന്നുണ്ട്. ഇലയൊക്കെ കീറി പതിയൊക്കെ ഫ്ലോട്ടിങ് ആയിട്ടുള്ള ലീവ്സ് വന്നിട്ടേ ഉള്ളൂ. ഫ്ലോട്ടിങ് ലീവ്സിൽ തന്നെ ഇതുണ്ടോ നല്ല സുന്ദരം മുട്ട് വന്നേക്കുന്നുണ്ടോ. ഇത് ഒരുപാട് വലിയ പാത്രത്തിലൊന്നും അല്ല ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടും അതിൽ മുട്ട് വന്നിട്ടുണ്ട്. വേറെ ഒരു കാര്യം ഞാൻ പറയാമേ, കാണിച്ചു തരാം. ഇതേ നോക്കിക്കേ, ഇതൊക്കെ ഞാൻ ചെറിയ പോട്ടിൽ വെച്ചേക്കുന്നതാണ്. ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ അതിലുണ്ടാവുന്ന താമരയുടെ പൂവിനും വലുപ്പം അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇത് നോക്കിയേ, അമേരി പിയൂണിയാണ്. ഫ്ലോട്ടിങ് ലീവ്സേ വന്നിട്ടുള്ളൂ. ഇത് നോക്കിയേ, ഫ്ലോട്ടിങ് ലീവ്സേ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് നോക്കിയേ, ഒരു കുഞ്ഞമ്മൊട്ട് പൊങ്ങി കയറി വന്നേക്കുന്നുണ്ടോ. ഇതാണ് പ്രത്യേകത. വാവ്, ഇത് നോക്കിയേ ഫ്രണ്ട്സ്, ഞാൻ ഭയങ്കര സന്തോഷമായി. ഇത് റെഡ് ഷാങ്കായി ആണ്. അതിനും ഇതിൻ്റെ മുട്ട് വന്നേക്കുന്നത് ചെറിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ചെറിയ പോട്ടാണ്, അതിൽ വരെ മുട്ട് വന്നേക്കുന്നു. എനിക്ക് എത്ര സന്തോഷമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ് കേട്ടോ. അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി സ്റ്റാൻഡിങ്, ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ, ജസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ലീഫ് ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് മാറ്റി നോക്കിയതാണ് കേട്ടോ. അതേലും വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. അതാണ് കൂട്ടുകാരെ. പിന്നെ നമ്മളുടെ കർണയൊക്കെ കണ്ടില്ലേ, ബഡൊക്കെ ഇങ്ങനെ മുഴുത്ത് നല്ല ഉണ്ടയായിട്ട് വന്ന് നിൽക്കുകയാണ്. അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു. അതേ വീണ്ടും നോൺ സ്റ്റോപ്പായിട്ട് നമ്മളുടെ സുഭദ്ര ഇത് നോൺ സ്റ്റോപ്പായിട്ട് ഇത് അടുത്ത ഇതിനും സ്റ്റാൻഡിങ് ലീഫിനും ഇതേണ്ട വന്നിട്ടുണ്ട്. ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.